കൊല്ലം കോർപ്പറേഷനിലെ രോഗികൾക്ക് വേണ്ടി വാങ്ങിയതാണ് ഈ രണ്ട് ആംബുലൻസുകൾ. 2013 കോർപ്പറേഷൻ കൗൺസിൽ എടുത്ത തീരുമാനം 2017 നടപ്പാക്കി. പുത്തൻ പുതിയ ആംബുലൻസുകൾ കോർപ്പറേഷന്റെ മുന്നിലെത്തി. വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ RTO ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടെ പ്രശ്നം തുടങ്ങി. ആംബുലൻസിന്റെ ചവിട്ടുപടിക്ക് ഉയരക്കൂടുതൽ. വാഹനം രജിസ്റ്റർ ചെയ്യാനായില്ല. അങ്ങനെയെങ്കിൽ ആംബുലൻസ് ഓടിക്കേണ്ടെന്ന് കോർപ്പറേഷൻ തീരുമാനിച്ചു. ലക്ഷങ്ങൾ വിലയുള്ള ഈ വാഹനങ്ങൾ പറമ്പിൽ ഉപേക്ഷിച്ചു. പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നിരവധി നടന്നു. പക്ഷേ യാതൊരു പ്രയോജനവുമുണ്ടായില്ല. കൊല്ലം പട്ടണത്തിലെ സാധാരണക്കാർ ടാക്സ് അടയ്ക്കുന്ന പൈസയാണ് ആ കാട്ടിൽ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഹണി ബെഞ്ചമിൻ മേയറായിട്ട് വന്നപ്പോൾ ഈ രണ്ട് ആംബുലൻസിന് സ്പെസിഫിക്കേഷൻ ശരിയല്ല എന്നും പറഞ്ഞാണ് ഈ ആംബുലൻസിനെ തിരിച്ചു കൊടുക്കുന്നത്. ഈ പൈസ മുഴുവനും അടച്ചതിന് ശേഷമാണ് ഈ ആംബുലൻസ് തിരിച്ച് അവരെ ഏൽപ്പിച്ചു എന്ന് പറയുകയും അവർ കൈപ്പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്നിട്ടാണ് ഇത് ആ കാട്ടിക്കൊണ്ടിട്ട് 13 വർഷമായിട്ട് മഴയും വെള്ളവും എല്ലാം കൊണ്ട് നശിച്ച് നാരായണ പ്രസന്ന അയണസ്റ്റ് ഹണി ബെഞ്ചമിനുമാണ് ഇതിന് ഉത്തരവാദികൾ രണ്ടുപേരും. അതേസമയം ആംബുലൻസ് നൽകിയ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നേരത്തെ തീരുമാനിച്ചെന്നാണ് മേയർ ഹണി ബെഞ്ചമിന്റെ വിശദീകരണം. കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതിന് സമാനമാണ് കൊല്ലം കോർപ്പറേഷനിലെ അവസ്ഥ. ആംബുലൻസിന് വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ പോലും പരിശോധിക്കാതെ അവ വാങ്ങിയ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും എന്ത് നഷ്ടമുണ്ടാകാൻ? നശിക്കുന്നത് ജനങ്ങളുടെ നികുതി പണമല്ലേ? ക്യാമറമാൻ അഖിലിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.